എല്ലാവർക്കും റഹ്മാൻ വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുറുമിനെയും അതുപോലെ തന്നെ നന്മലടിൻ്റെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെയുള്ള ഈ ഒരു നന്മലടിൻ്റെ പേപ്പർ സോപ്പാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു സംഭവമാണ്, മസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണത്, ഹോംവർക്ക് ബുക്ക്. ഹോംവർക്കൊക്കെ പലവരും മറക്കാറുണ്ട് എന്നെ പോലെ. അപ്പം ഞാനും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നന്മലടിൻ്റെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ റൗണ്ട്സ് ആയിട്ട് അതിൽ നന്മലടിൻ്റെയും കുറുമിൻ്റെയും ഒക്കെ സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ട് ഉള്ളതുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ ഈ നന്മലടിൻ്റെയും എല്ലാവരും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നന്മലടിൻ്റെയും അതുപോലെ തന്നെ കുറുമിൻ്റെയും ഒരു എന്താ പറയുക ബുക്ക് മാർക്കാണ് കേട്ടുള്ളത്. നെക്സ്റ്റ് പിന്നെ ഉള്ളത് കുറുമിൻ്റെ അതുപോലത്തെ ഇതാണ്, ഒരു ചെറിയൊരു പേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൽ പിന്നെ ഞാൻ സാധനം ഒരുപാട് വെച്ചിട്ടുണ്ട്, കുറച്ചുള്ളൂ എന്നാലും. പിന്നെ നന്മലടിൻ്റെ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഉള്ളത് ഗെയിം ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ എക്സ് വിളിക്കാനുണ്ട്. പിന്നെ നമ്മൾ മാപ്പ് വരച്ചു കൊടുക്കുക. ഞാൻ വരച്ചത് കൊണ്ട് തന്നെ അത്ര ഭംഗിയില്ലെന്ന് എനിക്കറിയാം, സാരമില്ല. പിന്നെ ഇതിൽ കാറ്റും ഫാറ്റും മാനൊക്കെ കണ്ടുപിടിക്കാൻ കേട്ടോ. ഈ ചെറിയ ബുക്കിൽ കാറ്റും ഫാറ്റും മാനൊക്കെ ഉള്ളു പറ്റുക, അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് ഓർഗനൈസേഴ്സ് ആണ്. അത് ചെറിയൊരു ഓർഗനൈസർ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ഓർഗനൈസർ, പിന്നെ വലിയൊരു ഓർഗനൈസറും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു വലിയ ബുക്കാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, നന്മലടിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് സാഡ് ഓർ ഹാപ്പി, നമ്മൾ അന്നത്തെ ദിവസം സാഡാണോ ഹാപ്പി ആണോ നമുക്ക് എഴുതിയേക്കാം. ഞാൻ 2 പേജ് എഴുതിയിട്ടുള്ളൂ, സോറി 2 പേജാണ് സ്റ്റാപ്ലർ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു പെന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയ ഒരു നോട്ടാടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതാ കുറച്ച് വലിയൊരു ഒക്കത്താണ്, നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഇടാട്ടോ. പിന്നെ ഏറ്റിക്കൊടിയിൽ എൻവലപ്പുണ്ട്. ഇതിൽ എന്തായിട്ട് വെച്ചിട്ടുള്ള വെച്ചാൽ അതുപോലത്തെ ചെറിയ കാർഡ്സാണ് കേട്ടോ. വളരെ ചെറുതായിപ്പോയില്ലേ, ഇപ്പം നമുക്ക് അടുത്തിൽ പഠിക്കാം. അപ്പം ഇതൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് സാധാ ബുക്കാണ്, ബട്ട് അല്ല ഗൈസ്, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. വരുന്നില്ല, ഇതൊരു ടിഷ്യൂ ബുക്കാണ്. നമുക്ക് ടിഷ്യൂ വേണ്ട, അപ്പം നമുക്കിതുപോലെ അങ്ങോട്ട് പിച്ചാൽ മതി കേട്ടോ. അപ്പം തന്നെ ടിഷ്യൂ നമ്മൾ കഴിക്കരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതാരും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.